പാനൂരിൽ ആത്മഹത്യ ചെയ്ത അധ്യാപിക ആദിത്യ അനിൽകുമാറിനെ ആൺസുഹൃത്ത് ശരൺ മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. ആദിത്യ അനിൽകുമാർ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ ആൺസുഹൃത്ത് പന്ന്യന്നൂർ മനേക്കര മാത്തൻഡവിട ശരണിനെ ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റാൻഡിൽ വച്ച് ശരൺ അടിച്ചു പരിക്കേൽപ്പിച്ചെന്നായിരുന്നു പരാതി. യുവതിയുടെ സൗഹൃദങ്ങളിൽ സംശയമായതോടെ കഴിഞ്ഞ 8-ന് തലശ്ശേരിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെന്നും യുവതിയെ ബന്ധുക്കൾക്കിടയിൽ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ ഫോൺ സന്ദേശങ്ങൾ അയച്ചെന്നും ശരൺ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 10 മാസം മുൻപ് വിവാഹാലോചനയ്ക്കിടെയാണ് ഇരുവരും പരിചയപ്പെട്ടത്. ബന്ധം യുവതിയുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തതിനാൽ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തിൽ വീട്ടുകാരറിയാതെയാണ് സൗഹൃദത്തിലായതെന്നും ശരൺ മൊഴി നൽകിയിട്ടുണ്ടെന്ന് പോലീസ് പറയുകയും ചെയ്തു. ആൺസുഹൃത്തിന്റെ മർദ്ദനത്തിൽ മനം നൊന്ത് പാനൂർ സ്വദേശിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. ബന്ധുക്കളുടെ പരാതിയെ അടിസ്ഥാനമാക്കിയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. പാനൂർ വള്ളങ്ങാട് സ്വദേശി ആദിത്യ അനിൽകുമാർ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പിന്നീട് ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസമാണ് മരിച്ചതും. ആദിത്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റിരുന്നുവെന്നും കുടുംബം പറഞ്ഞു. ഞായറാഴ്ച ജീവനൊടുക്കാൻ ശ്രമിച്ച ആദിത്യയെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലാണ് എത്തിച്ചത്. ആരോഗ്യസ്ഥിതി വഷളായതോടെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ജൂൺ 8-ന് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആദിത്യയുടെ ആൺസുഹൃത്ത് മനേക്കര സ്വദേശിയായ യുവാവ് ആദിത്യയെ മർദ്ദിക്കുകയായിരുന്നു. ഇക്കാര്യം ആദിത്യ വീട്ടിലെത്തി അമ്മയോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. ആൺസുഹൃത്ത് മർദ്ദിച്ചത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അതാണ് ആത്മഹത്യാ ശ്രമം നടത്താൻ കാരണമെന്നും ആദിത്യ ചികിത്സയിലിരിക്കെ അമ്മയോട് പറഞ്ഞിരുന്നു. സംഭവത്തിൽ പാനൂർ പോലീസ് പിന്നീട് കേസെടുക്കുകയായിരുന്നു. ആദിത്യയും അറസ്റ്റിലായ ശരണും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നുവെന്നും ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു. എന്നാൽ ഈ ബന്ധത്തിനിടയിലാണ് ശരണിന്റെ ഭാഗത്തു നിന്നും ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ ഉണ്ടായത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അമ്മയ്ക്ക് നൽകിയ വാക്കാലുള്ള മരണമൊഴിയും ശരീരത്തിലെ മർദ്ദനമേറ്റ പാടുകളും പ്രതിക്കെതിരെയുള്ള ശക്തമായ തെളിവുകളായി മാറി. സംഭവത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പാനൂർ പോലീസ് പറഞ്ഞു. ശരൺ എന്നെ പരസ്യമായി മർദ്ദിച്ചതുകൊണ്ടാണ് ഞാൻ ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. ആദിത്യ അനിൽകുമാർ അമ്മയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്തായാലും ഈ വാക്കുകൾ പിന്നീട് ഈ കേസിൽ നിർണായകമായി തീരുകയായിരുന്നു. പൊതുപരിസരത്ത് പോലും, അതായത് പൊതു ഇടത്ത് വെച്ച് പോലും ഇത്തരത്തിൽ ക്രൂരമായ രീതിയിലായിരുന്നു ശരൺ ആദിത്യയെ മർദ്ദിച്ചത്. അതുകൊണ്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് അധ്യാപികയ്ക്ക് ഉണ്ടായിരുന്നു. അതിനാൽ മനം നൊന്താണ് യുവതി ആത്മഹത്യ ചെയ്തത്.